ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 31 തീയതി പുതിയതായി OTT റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു മലയാളം ക്രൈം ത്രില്ലർ സീരീസ് ആണ് കാലം പറഞ്ഞ കഥ. പ്രസാദ് നൂറിനാണ്ട് സംവിധാനത്തിൽ കേരളക്കരയെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. പകൽ വെളിച്ചത്തിൽ ഒരു യുവാവ് നടത്തുന്ന 6 ക്രൂരമായ കൊലപാതകങ്ങളും അതിന് പിന്നിലെ മാനസികാവസ്ഥയുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ഈ സിനിമയിൽ പുലിമുരുകൻ സിനിമയിലൂടെ ശ്രദ്ധേയനായ അജാസ് ആണ് പ്രധാന വേഷത്തിലെത്തുന്നത്. രശ്മി അനിൽ, മാസ്റ്റർ അർജിത്ത് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഈ മൂവി ഇപ്പോൾ മനോരമ മാക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് RDX എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന ഐ ആം ഗെയിം. ഈ ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ ഡാൻ ജോൺ എന്ന ധീരനായൊരു ചൂതാട്ടു കളിക്കാരനായിട്ടാണ് എത്തുന്നത്. കോടികൾ മറിയുന്ന ഇന്റർനാഷണൽ ബെറ്റിംഗ്, സ്പോർട്സ് ഗാംബ്ലിംഗ് എന്നിവയാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ബെറ്റിംഗ് ലോകത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിൽ മലയാളം ഇതുവരെ പറയാത്ത കോടികളുടെ ചൂതാട്ടത്തിന്റെ കഥയാണ് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ദുൽഖർ സൽമാനെ കൂടാതെ കയാദു ലോഹർ, മിഷ്കിൻ, ആന്റണി വർഗീസ്, വിനയ് ഫോർട്ട്, കദിർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. KGF-ഉം വിക്രമും ഒരുക്കിയ അൻപറിവ് ടീം ഒരുക്കിയ സ്റ്റൈലിഷ് ആക്ഷൻ സീക്വൻസുകളും ഈ സിനിമയുടെ പ്രത്യേകതയാണ്. ഓണം റിലീസായി ഓഗസ്റ്റ് മാസം 20 ഐ ആം ഗെയിം തിയേറ്ററിലെത്തും. അഹമ്മദ് ഖാൻ സംവിധാനം ചെയ്തൊരു ബോളിവുഡ് കോമഡി ചിത്രമാണ് വെൽക്കം ടു ദി ജംഗിൾ. അക്ഷയ് കുമാർ, സാക്കിർ ഹുസൈൻ, അർഷാദ് വാർസി, സുനിൽ ഷെട്ടി എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പ്രശസ്ത കോമഡി ഫ്രാഞ്ചൈസിയായ വെൽക്കം പരമ്പരയിലെ 3ാമത്തെ ചിത്രമാണിത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 21 മുതൽ ഈ മൂവി OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ജൂഡ് ആന്റണി ജോസഫ്, വിസ്മയ മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് തുടക്കം. വിസ്മയ മോഹൻലാൽ ആദ്യമായി നായികയായി എത്തുന്ന ഈ സിനിമ വിസ്മയ മോഹൻലാലിന്റെ സിനിമകളിലേക്കുള്ള ഒരു തുടക്കം കൂടിയാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ ചിത്രം ഓൺ റിലീസായാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. 2018 എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ആന്റണിയുടെ മകൻ ആശിഷ് ജോ ആന്റണി ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. മോഹൻലാൽ ഒരു അതിഥി വേഷത്തിലെത്തുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ നമുക്ക് തരുന്ന സൂചന വിസ്മയുടെ കഥാപാത്രം ഒരു പ്രതിസന്ധി നിറഞ്ഞ യാത്രയിലൂടെ കടന്നുപോകുന്നു എന്നതാണ്. സായ് കുമാർ, KB ഗണേഷ് കുമാർ, ജാഫർ ഉടുക്കി, മനോജ് കാച്ചിയൻ, മിയ ജോർജ് എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഒരു മലയോര ഗ്രാമത്തിലെ തികച്ചും സാധാരണ കുടുംബ പശ്ചാത്തലത്തിലൂടെയാണ് സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാറും സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റും സ്വന്തമാക്കിയെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഓൺ റിലീസായി ഓഗസ്റ്റ് മാസം 7 തുടക്കം തിയേറ്ററിലെത്തും. അടുത്തതൊരു ഹൊറർ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമാണ് ദ വിസ്പർ മാൻ. ടോം കെന്നഡി തന്റെ ഭാര്യയുടെ അപ്രതീക്ഷിതമായ വിയോഗത്തിന് ശേഷം തന്റെ മകൻ ജെയ്ക്കിനൊപ്പം ഫെദർബാങ്ക് എന്ന ഗ്രാമത്തിൽ താമസിക്കാനെത്തുന്നതും അവിടെ നിന്നും തന്റെ മകനെ ദി വിസ്പർ മാൻ എന്ന പേരുള്ള സീരിയൽ കില്ലർ തട്ടിക്കൊണ്ടുപോവുകയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് വദാന്തി സീസൺ 2. ആൻഡ്രൂ ലൂയിസ് സംവിധാനം ചെയ്ത ഈ സീരീസിൽ ശശികുമാർ, പശുപതി, അപർണദാസ്, അനഘ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ സീരീസിൽ അണിനിരക്കുന്നു. ഓരോ എപ്പിസോഡിലും മാറിമറിയുന്ന സംശയങ്ങളും ത്രില്ലിംഗ് ആയ കഥാസന്ദർഭങ്ങളുമായി മികച്ചൊരു അറ്റ്മോസ്ഫെറിക് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഈ സീസണിലൂടെ ഒരുക്കിയിരിക്കുന്നത്. ആകെ 8 എപ്പിസോഡുകളുള്ള ഈ സീരീസ് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഓഗസ്റ്റ് മാസം 7 മുതൽ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഉയർ. റോഷൻ മാത്യു പ്രധാന വേഷത്തിലെത്തുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് M പത്മകുമാറാണ്. യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ഷാജി മാറാട്ടും നിഖിൽ K മേനോനും ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ബൈജു സന്തോഷ്, ശ്രുതി മേനോൻ, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് കഥ നടക്കുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കിണറ്റിൽ നിന്നും തിരിച്ചറിയപ്പെടാത്ത ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നതും അത് തെളിയിക്കാനായി നടത്തുന്ന കേസന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഈ മൂവി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഓഗസ്റ്റ് മാസം 4 മുതൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹിന്ദി റൊമാന്റിക് കോമഡി ചിത്രമാണ് ഹേയ് ജവാനി തോ ഇഷ്ക് ഹോനാ ഹേ. ഡേവിഡ് ധവാൻ സംവിധാനത്തിൽ വരുൺ ധവാൻ, പൂജ ഹെഗ്ഡെ, മൃണാൾ താക്കൂർ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രണയവും നർമ്മത്തിൽ ചാലിച്ചാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. C5 OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് റൊമാന്റിക് കോമഡി ഫാമിലി എന്റർടൈനർ ആണ് അൻപേ ഡയാന. പാരി ഇളവഴകൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയിൽ പാരി ഇളവഴകൻ, രമ്യ രംഗനാഥൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. പെരുമ്പാവൂരിലെ ഒരു തെലുങ്ക് കുടുംബത്തിലെ യുവാവും ആംഗ്ലോ ഇന്ത്യൻ യുവതിയും തമ്മിലുള്ള പ്രണയവും അതിനെ തുടർന്ന് നായകന്റെ കുടുംബത്തിൽ നിന്നും ജാതിപരമായ എതിർപ്പുകളും ഉണ്ടാകുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സോണി ലീവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 14 മുതൽ ഈ മൂവി OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് ഡോക്ടർ ബെന്നറ്റ്. മനുഷ്യ മനസ്സിന്റെ നിഗൂഢതകൾ, ഹിപ്നോട്ടിസം, മനസ്സിനെ സ്വാധീനിക്കൽ, പ്രതികാരം എന്നിവയിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സൈക്കോ ക്രൈം ത്രില്ലർ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു കോർട്ട് റൂം ഡ്രാമ വെബ് സീരീസ് ആണ് ഒബ്ജെക്ഷൻ മൈ ലോർഡ്. ശ്രീകാന്ത് മേക്ക, അനന്യ ശർമ്മ, മുകേഷ് ഋഷി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ സിനിമയിൽ നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളും ശക്തമായ കോടതി മുറിയിലെ വാദപ്രതിവാദങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. C5
ഫൈവിലൂടെ തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ വെബ് സീരീസ് ആണ് മൗസ് ട്രാപ്പ്. ഈ സൗത്ത് കൊറിയൻ ത്രില്ലർ വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു അമേരിക്കൻ സർവൈവൽ ഹൊറർ അഡ്വഞ്ചർ ചിത്രമാണ് ദ ഡെവിൾ മൗത്ത്. തായ്ലാൻഡിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന 5 സുഹൃത്തുക്കൾ അവിടെയുള്ള ദ ഡെവിൾസ് മൗത്ത് എന്ന് വിളിക്കുന്ന കടലിനടിയിലുള്ള ഒരു ഗുഹയിലേക്ക് ഒരു ഗൈഡിന്റെ സഹായത്തോടെ നീന്തി പോവുകയും ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോവുകയും അതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ് ഇതയം മുരളി. സ്വന്തം പ്രണയം തുറന്നു പറയാൻ പഠിക്കുന്ന ഒരു യുവാവിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അഥർവ, ഫഹദ് ഫാസിൽ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഇവരെ കൂടാതെ പ്രീതി മുകുന്ദൻ, കയാതു ലോഹർ, മാളവിക മോഹനൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഈ മൂവിയുടെ ബഡ്ജറ്റ് വരുന്നത് ഏകദേശം 26 കോടി രൂപയാണ്. എന്നാൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരിക്കുന്നത് ഏകദേശം 20 കോടി രൂപയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് 7 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മൂവി ഗാട്ടാ ഗുസ്തി 2 2022 പുറത്തിറങ്ങിയ ഗാട്ടാ ഗുസ്തി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഗാട്ടാ ഗുസ്തി 2. വിഷ്ണു വിശാലും ഐശ്വര്യലക്ഷ്മിയുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു മലയാളം ക്രൈം ത്രില്ലർ ചിത്രമാണ് പൈതലാട്ടം. 2026 മെയ് മാസം 29 തിയേറ്ററുകളിലെത്തിയ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. സൺനെക്സ്റ്റിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് ഡ്രാമ ഫിലിമാണ് നൂറുസാമി. ശശി സംവിധാനം ചെയ്ത് വിജയ് ആന്റണി, സ്വാസിക എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. C5-ലൂടെ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം സൈക്കോളജിക്കൽ ഡ്രാമ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ബാലൻ. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ തുടങ്ങി വളരെയധികം പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമ മൂവിയാണ് ബാലൻ. ടോവിനോ തോമസ്, ജീൻ പോൾ ലാൽ, അഭിരാം രാധാകൃഷ്ണൻ, ഗിരീഷ് എഡി എന്നിങ്ങനെയുള്ളൊരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. C5-ലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.